എന്താണ് ആംഗിൾ സ്പ്രെയിൻ? നമ്മുടെ ആംഗിൾ ജോയിൻറ്റിലെ ലിഗമെൻറ്റ്സിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോൾ, അതായത് ലിഗമെൻറ്റ്സ് ഓവറായിട്ട് സ്ട്രെച്ച് ആവുമ്പോഴോ അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് ടിയർ ആവുമ്പോഴോ ഉണ്ടാവുന്നതാണ് ആംഗിൾ സ്പ്രെയിൻ. ഈ ആംഗിൾ സ്പ്രെയിനിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഗ്രേഡ് 1, ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3. ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ലിഗമെൻറ്റ്സ് ഓവറായിട്ട് സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുന്നത്. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ലിഗമെൻറ്റ്സ് അവിടെ പാർഷ്യലി ടിയർ ആയി പോകുന്നു. ഗ്രേഡ് 3യിലാണെങ്കിൽ നമ്മുടെ ലിഗമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ടിയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അക്യൂട്ടായിട്ടുള്ള ഇഞ്ചുറീസ് വരുമ്പോൾ നമ്മൾ പോലീസ് പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുന്നത്. പോലീസ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ അതിൽ P for പ്രൊട്ടക്ഷൻ, അതായത് ബ്രേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആംഗിൾ ജോയിൻറ്റിനെ ഇമ്മൊബിലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഓയിൽ ഫോർ ഒപ്റ്റിമൽ ലോഡിങ്. ഒപ്റ്റിമൽ ലോഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ റെസ്റ്റ് ഒഴിവാക്കിയിട്ട് നമ്മുടെ ആംഗിൾ ജോയിൻറ്റ്സിനെ മൂവ്മെൻറ്റ് ചെയ്തിട്ടും അതേപോലെ വെയിറ്റ് ബിയറിങ് കൊടുത്തിട്ടും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വീക്ക്നെസ്സും അതേപോലെ സ്റ്റിഫ്നെസ്സും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഐ ഫോർ ഐസ് നമ്മൾ പൊതുവായിട്ട് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഇൻഫ്ലമേഷൻ ഇനി വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ആക്കുന്നത്. നെക്സ്റ്റ് വൺ സി എന്ന് പറയുമ്പോൾ കംപ്രഷൻ. അവിടെ നമ്മൾ ക്രബ് ബാൻഡേജ് ആണ് യൂസ് ആക്കുന്നത്. ക്രബ് ബാൻഡേജ് യൂസ് ആക്കിയിട്ട് അവിടെയുള്ള നീർവീക്കം ഒഴിവാക്കുന്നു. അടുത്തത് ഇ എന്ന് പറയുമ്പോൾ എലിവേഷനിൽ നമ്മൾ കാല് ഉയർത്തി വെക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡ്സിനൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ പോലീസ് പ്രോട്ടോക്കോളിൽ ഒപ്റ്റിമൽ ലോഡിങ് ചെയ്യുന്ന ടൈമിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസോട് കൂടി മാത്രം ചെയ്യുക.